നിന്നെയോ നിന്റെ ആൾക്കാരെയോ ഈ കോളേജിനകത്ത് കണ്ടാൽ കൊന്നുകളയും. രാമേന്ദ്രൻ, ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 കുരങ്ങളെ കണ്ടിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാര്യങ്ങളും ഞാൻ കോപ്പി ചെയ്യാം. ഒന്ന് കേറ. ഇനി എനിക്ക് സൗകര്യം പോലെ വന്നോളാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ആഹാ, ഇത് കൊള്ളാമല്ല. താമസക്കാരനില്ലാത്ത സമയം നോക്കി ഒരു പെണ്ണ് വീട് കുത്തി തുറന്ന് അകത്ത് കയറിയിട്ട് തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുക. ഈ വീട്ടിൽ എന്ത് തോന്നിവാസം കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. തന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങിയിടാൻ? 4 പേര് കയറി വന്ന് എന്റെ കണവന്റെ വീട് കാണുമ്പോ അത് തോന്നിയാസം കിടന്നാൽ അതിന്റെ കുറച്ചിൽ എനിക്കാ. സാറ് വരണം. വാചകമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഫിറ്റ് ചെയ്യാം. എങ്ങോട്ടാ? ഷോപ്പിങ്ങിന്. ഇനി സാധനം കുറെ മേടിക്കാനുണ്ട്. നടക്ക. വാദ്യാർക്ക് നമ്മുടെ വക ഒരു ചെറിയ വാണിംഗ് കൊടുക്കാം. ഇറങ്ങ. ശരി. മൈ ഗോഡ്, ആരാണ് ഈ വൃത്തിയേട് ചെയ്തത്? ഇനിയിപ്പോ ഇതിൽ പോകാൻ പറ്റില്ല. നമുക്ക് ടാക്സി പോവാം. വീട്ടിൽ ചെന്ന് ഡ്രൈവറെ പറഞ്ഞു വണ്ടി എടുപ്പിക്കാം. F-R-E-E-Y-O-U-N-G feeling for you can never ease my stretches between the love for you and me. Things that we do should always see us through from here to eternity. Here to eternity. Somewhere, maybe on a train, seated next to me. I'll say hello, with longing in my eyes. Then I'll call you my love. Then I'll call you my
love. Time for us to part, but deep within my heart, I hope and I pray that baby someday we'll be together forever and a day. Farewell, my love, my love. Farewell, my love, my love. F-R-E-E-Y-O-U-N-G. ഇന്ന് അവധി ദിവസമാണ്. അമ്മയെ കാണാൻ വന്നാലോ എന്നാലോചിച്ചു. അമ്മയ്ക്ക് വീട് വിട്ടു വരാൻ ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. ഇങ്ങോട്ട് വരണമെന്ന് എന്ന് തോന്നുന്നു അന്ന് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. മിനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പറ്റിയ മരുമോളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ദേ, അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. വാതോരാതെ എന്തെങ്കിലും കുലുകുലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആളൊരു സാധുവാണ് കേട്ടോ. ശമ്പളം കിട്ടിയാൽ ഉടനെ കുറെ കാശ് അമ്മയുടെ പേർക്ക് അയക്കാം. വീടൊന്ന് പുതുക്കണം. അത് ശരി, പ്രേമലേഖന എഴുത്താണല്ലേ? ആ, ആണെന്ന് വെച്ചോ. ദേ, തടിമിടുക്കുള്ള ആങ്ങളന്മാരുള്ള പെമ്പിള്ളേർക്ക് വല്ലതും ആണെങ്കിൽ സൂക്ഷിക്കണം. അവരെങ്ങാനും അറിഞ്ഞാ വെള്ളാനത്തെ ചൂട് പിടിച്ചേരാ ഞാനേ കാണൂ. കത്ത് എന്തായാലും ഒരു സ്ത്രീ ജനത്തിന് തന്നെ. അമ്മയ്ക്കാവും. ഞാനല്ലാതെ പിന്നെ വേറെ ഏത് സ്ത്രീജനമോ സാറിനെ മൈൻഡ് ചെയ്യാ? എന്നെ കുറിച്ച് വല്ലത് എഴുതിയിട്ടുണ്ടോ? താനൊരു വായാടിയാണെന്നും സൂക്ഷിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. അമ്മായി അമ്മയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാ. എന്റെ അമ്മ ഒരു പാവ പെണ്ണെ. ആദ്യം ഒരു പ്രൈമറി സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയത്. അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ആയനെ. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും സെന്റിമെന്റലായോ? സാർ ഒന്ന് എഴുന്നേറ്റ് നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിങ്ങി വന്നേ. ഫാദറിനായി കാണാനുള്ളതാ. ആദ്യ ദർശനത്തിൽ തന്നെ പുള്ളിക്കാരനൊന്ന് ഇംപ്രസ്ഡ് ആയിക്കോട്ടെ. കമോൺ, എണീക്ക്. പണ്ടത്തെ കാലത്ത് ചെറുക്കനും വീട്ടുകാരും ചേർന്ന പെണ്ണിനെ കാണുന്നത്. ഇപ്പൊ പെണ്ണ ചെറുക്കനെ കൊണ്ട് അച്ഛനെ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിര് പറയുന്നില്ല. ഇനിയിപ്പോ എതിർത്ത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിച്ച് അവസാനം വല്ല അടിയും പ്രശ്നമൊക്കെ ആയ കേസിന് വക്കാലത്തിന് അച്ഛൻ തന്നെ ചെല്ലണ്ടേ? അത് ശരിയാ. രാമേന്ദ്രൻ ആവുമ്പോ രണ്ടടി കൊടുത്താലും അവൾ സഹിച്ചോളും. തന്നെത്താൻ സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് പരാതി ഉണ്ടാവില്ല. അപ്പൊ വല്ലപ്പോഴും ഒന്ന് രണ്ടെണ്ണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ? തള്ളയില്ലാത്തതല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി ഞാൻ വളരെ താലോലിച്ച് വളർത്തിയതുകൊണ്ട് ഇവൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ താനെന്തായാലും കുറെ വെള്ളം കുടിക്കും. അതെന്താ? കൊള്ളാം, പട്ടാള ഭരണമല്ലേ. കമ്പനിയിൽ ഇവള് ഡയറക്ടറും ഞാൻ MD-യോ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് പറയുന്നേ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലും തഥൈവ. ചുമ്മാതല്ലോ, മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു റെയർ സ്പെസിമെൻ അല്ല അച്ഛൻ. അല്പം പ്രഷർ, ഇത്തിരി ഷുഗർ, ലേശം കൊളസ്ട്രോള് എന്ന് വേണ്ട ഈ പണക്കാരൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ട് നടക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ വീണ് ചാവുകയെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് നടത്തിക്കളയാം. താനെന്ത് പറയുന്നു? ഉടനെ എന്ന് പറഞ്ഞാൽ? വേണ്ട, ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നു. അത്രയും നാളുകൂടെ താൻ ബാച്ചിലേഴ്സ് ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിനിടയ്ക്ക് ചെയ്യാവുന്ന കുരുത്തക്കേടെല്ലാം ചെയ്തേക്കണം. അത് ഞാൻ ഏറ്റു. അപ്പോ ഈ കർക്കിടകം കഴിഞ്ഞാൽ കല്യാണം. അമ്മയുടെ അഡ്രസ്സിങ് തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. ശരി. എണീക്കാൻ ഇന്നത്തെ കുക്കിംഗ് മേൽനോട്ടം ഞാനാ. കൂടെ വന്നു കണ്ടുപഠിച്ചോ, ക്ലമണ്ടത്തിന്ന് രക്ഷപ്പെടാം. സ്മോൾ അടിക്കുന്നോ ഈ സമയത്ത്? പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. പിന്നെ എന്താ പതിവില്ലാണ്ടൊരു ദേശീയ പതാക ഉയർത്തലും പുഷ്പാഭിഷേകവും ഒക്കെ? അടുത്ത ആഴ്ച ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ശരിയാവുന്നുണ്ടോന്ന് രണ്ടൊന്ന് ട്രയൽ നോക്കാന്ന് വെച്ചു. പ്രിൻസിപ്പാൾ പതാക ഉയർത്തുമ്പോ ചരടങ്ങാനും കുരുങ്ങി പൂ വീണില്ലെങ്കിലേ സംഗതി ആകെ ചമ്മലാവും. അതിലും വലിയ ചമ്മല് നടക്കാൻ പോവാ. എന്താ?
കോളേജ് യൂണിയൻ ചെയർമാനായ സ്ഥിതിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണ്ടേ? നല്ല സ്റ്റൈലും പ്രസംഗം പറഞ്ഞങ്ങനെ തട്ടിക്കൂടെ? അതെ അതെ, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. നിവൃത്തിയില്ലെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അതങ്ങോട്ട് കാച്ചുവിടും. നീ അവിടെ കമന്റ് അടിക്കും അല്ലടാ? എന്തോ ഇഷ്ടടാ. പോരുന്നോളം പഠിക്കടാ. കോളേജ് വന്നിരുന്ന ജാട കാണിക്കും. എന്താടാ പോടാ. സംഗതിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇക്കൊല്ലം ഒറ്റ ദിവസം പോലും ക്ലാസ് നടക്കില്ല. ദേ വേണം ഇന്ന് തന്നെ തുടങ്ങാം. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാരണമൊക്കെ നമുക്ക് സമരത്തിന് ശേഷം ആലോചിക്കാം. അതിനുള്ള വഴികൾ